ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്നുള്ള ഒരു ചാപ്റ്ററാണ് പഠിക്കാനുള്ള കേട്ടോ. എന്താണ് ഫുഡ് ആൻഡ് ഹ്യൂമൻ? ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഫുഡല്ല കേട്ടോ. ഫുഡ് എന്ന് പലരും പറയാറുണ്ട്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഫുഡ്. അപ്പോൾ ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യനും എന്നുള്ളൊരു ചാപ്റ്ററാണ്. ഭക്ഷണവും മനുഷ്യനും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഭക്ഷണവും മനുഷ്യനും വളരെ ബന്ധപ്പെട്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ വായു കഴിഞ്ഞാൽ വായു, വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ ആവശ്യമുള്ളത് ഭക്ഷണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ കുറേ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. എല്ലാവരും പുസ്തകം നോക്കുക. October 16. Today there was a food fest in our school in connection with World Food Day. ഈ October 16 അഥവാ ഇന്ന് ടുഡേ there was a food fest, ഒരു ഫുഡ് ഫെസ്റ്റ് ഇൻ അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിൽ, ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ, ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. കണക്ഷൻ എന്നാണ് ബന്ധപ്പെടുക. അപ്പോൾ ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ്. ഇത് എത്രത്തോളം രസകരമാണ്. ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ്, ഇത് എത്രത്തോളം രസകരമാണ്. All of us brought different dishes as our teacher had instructed. All of us brought, ഞങ്ങളെല്ലാവരും തന്നെ, all of us എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും, all of us brought different dishes, വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഞങ്ങളെല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. all of us brought എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാട്ടാ. bring, brought, bringന്റെ past tense ആണ് brought. അപ്പോൾ all of us brought different dishes as our teacher had instructed, ഞങ്ങളുടെ ടീച്ചർ നിർദ്ദേശിച്ചതനുസരിച്ച്. ഇൻസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചു, ഇൻസ്ട്രക്റ്റഡ്. അപ്പോൾ ആസ് അവർ ടീച്ചർ ഹാഡ് ഇൻസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീച്ചർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങളെല്ലാവരും വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഐ വിസിറ്റഡ് എവരി സ്റ്റാൾ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സന്ദർശിച്ചു. എവരി സ്റ്റാൾ, എല്ലാ സ്റ്റാൾ, ഈ ഭക്ഷണത്തിൻ്റെ എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ചു. വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം. വാട്ട് എ വെറൈറ്റി ഓഫ് ഡിഷസ്, എത്രത്തോളം വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളാണ്. വെറൈറ്റി ഓഫ് ഡിഷസ് മെയ്ഡ് ഫ്രം ടോപ്പിയോക്ക, ജാക്ക് ഫ്രൂട്ട്, മില്ലറ്റ്, ട്യൂബേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് വേർ ദർ. വ്യത്യസ്തങ്ങളായ ഭക്ഷണം. അത് ഏതൊക്കെയാണ്? ടാപ്പിയോക്ക ഉണ്ട്, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, മില്ലറ്റ്സ് ഉണ്ട്. ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ കപ്പപ്പുഴ എന്നൊക്കെ പറയൂടെ, അതുപോലെ ജാക്ക് ഫ്രൂട്ട് ചക്ക, മില്ലറ്റ്സ് ചോളം, ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ആൻഡ് ഫ്രൂട്ട്സ് വെറുതെ ഫ്രൂട്ട്സുകൾ ഉണ്ടായി. മെനി ഫുഡ് ഐറ്റംസ് ലൈക്ക് ലഡു, ഹൽവ, പായസം, കേക്ക്സ്, സ്വീറ്റ്സ് ആൻഡ് പിക്കിൾസ് വർ ഓൾസോ ദർ. കൂടാതെ മറ്റു കുറേ ഐറ്റംസുകൾ, ഇതുപോലെ ലഡു, ഹൽവ, പായസം, അതുപോലെ കേക്ക്, സ്വീറ്റ്സ് ആൻഡ് പിക്കിൾസ്. സ്വീറ്റ്സ് അറിയാമല്ലോ അല്ലേ, എന്താണ് ഈ പിന്നെ നമ്മുടെ മധുരപലഹാരമാണ്. അതുപോലെ കേക്ക്, പായസം, ഹലുവ. പിന്നെ പിക്കിൾസ് വരും ഓൾസോ ദർ. പിക്കിൾസ് എന്ന് പറഞ്ഞാൽ അച്ചാർ കേട്ടോ. അച്ചാർ വരെ അവിടെ ഉണ്ടായിരുന്നു. ഓ സീയിങ് ഓൾ ദോസ് മൈ മൗത്ത് വാട്ടർ. സീയിങ് ഓൾ ദോസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് മൈ മൗത്ത് വാട്ടർ, എൻ്റെ വായിൽ വെള്ളം മുറി. ഇങ്ങനെ വെള്ളം മൂറാതിരിക്കുക? ഇത്രയും ഡിഫറെൻ്റ് ഐറ്റംസ് അല്ലേ. വെള്ളം മൂറാതിരുന്നാലേ അത്ഭുതമുണ്ട്. വെള്ളം മൂറുമാർക്കാരും അല്ലേ. എനിക്ക് വെള്ളം മുറി, നിങ്ങൾക്കും കണ്ടാറിയാം വെള്ളം മുറി വരുന്നുണ്ട്.